തെറ്റുതിരുത്തലിൽ നയം വ്യക്തമാക്കി CPM. മേഖലാ യോഗങ്ങളിൽ ഉയർന്ന ചർച്ചകളും വിമർശനങ്ങളും സംസ്ഥാന കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. 21-22 തീയതികളിൽ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പാർട്ടി തെറ്റുതിരുത്തൽ നയരേഖയ്ക്ക് രൂപം നൽകും. AKG സെന്റർ ആക്രമണം, സുഹൈൽ ഷാജഹാന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകുക. ബിനോയ്, തെറ്റുതിരുത്തലിൽ ചർച്ചയുണ്ടാകും. സംസ്ഥാന സമിതി യോഗത്തിൽ നയരേഖയ്ക്ക് രൂപം നൽകും. എന്തൊക്കെയാണ് പാർട്ടിയുടെ ആലോചനയിൽ? ആദ്യഘട്ട നടപടിക്രമങ്ങൾ CPM-ൽ പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം 5 ദിവസം നീണ്ടുനിന്ന സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം തൊട്ടു പിന്നാലെ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ പോയി. അതിന് തൊട്ടു പിന്നാലെ മേഖലാ യോഗങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, പാർട്ടിക്ക് ചില പരാജയങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആ പരാജയങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന വീഴ്ചയാണ് എന്ന് തുറന്ന് സംഭവിച്ചുകൊണ്ട് തന്നെ പാർട്ടി ഒരു തെറ്റുതിരുത്തൽ നയങ്ങളിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ശൈലി മാറ്റേണ്ടത് മുഖ്യമന്ത്രിയല്ല, ശൈലി മാറ്റേണ്ടത് അടിമുടി എന്നാണ് പറഞ്ഞത്. അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും ഒരു ശൈലി മാറ്റത്തിന്റെ ആവശ്യം അനിവാര്യമായിരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു ശൈലി മാറ്റം പാർട്ടിയിൽ ഉണ്ടായില്ല എങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു പരാജയത്തിലേക്കും ഇനി വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മേഖലാ സമ്മേളനങ്ങൾ കൃത്യമായും അത്തരം കാര്യങ്ങളിലേക്ക് പറഞ്ഞു വെച്ചതും എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും മേഖലാ സമ്മേളനങ്ങൾ വിലയിരുത്തിയത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം പാർട്ടിക്ക് ഉണ്ടായ വലിയ ക്ഷീണം, അതായത് പാർട്ടിയുടെ അടിസ്ഥാന വർഗത്തിന്റെ വോട്ടും പാർട്ടിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തകരുടെ വോട്ടും BJP-യിലേക്ക് മാറി, അല്ലെങ്കിൽ BJP-ക്ക് അനുകൂലമായി അവർ ചിന്തിച്ചു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. BJP-യിലേക്കുള്ള വോട്ടുകളുടെ ഒഴുക്ക് അത് തടഞ്ഞില്ല എങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നേട്ടം കൊയ്യാൻ അവർക്ക് കഴിയും. കാരണം 15 മുതൽ 17% വരെയാണ് പല സ്ഥലങ്ങളിലും BJP-ക്ക് അനുകൂലമായി വോട്ട് ലഭിച്ചിരുന്നത്. അതിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 20-ന് മുകളിലേക്ക് തൃശ്ശൂരിൽ വിജയത്തിലേക്ക് എത്തുന്നു. തിരുവനന്തപുരത്ത് 2 ഇടങ്ങളിൽ വലിയ തരത്തിൽ, അതായത് ആറ്റിങ്ങൽ 3 ലക്ഷത്തിലധികം വോട്ട് BJP-ക്ക് കിട്ടുന്നു. തിരുവനന്തപുരത്ത് UDF-ന് തൊട്ട് താഴെ BJP അല്ലെങ്കിൽ NDA സഖ്യം എത്തുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള മാറ്റം സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം, അതിനെ കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതേസമയം മറ്റൊരു കാര്യം പറഞ്ഞു വെച്ചത്, സംസ്ഥാനത്ത് കോൺഗ്രസുമായുള്ള സഖ്യമുണ്ടാകില്ല. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുമായി കൈകോർക്കുമ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസുമായി വിഭിന്നമായ ഒരു നിലപാട്, അതായത് കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ പാർട്ടി തയ്യാറെടുക്കുന്നു. എന്തായാലും പാർട്ടിയുടെ താഴെ ഘടകം മുതൽ ഒരു മാറ്റത്തിനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്, പാർട്ടിയുമായി അടുത്തുനിന്ന പാർട്ടിക്ക് വോട്ട് നൽകിയിരുന്ന അടിസ്ഥാന വർഗം എങ്ങനെ മാറി ചിന്തിച്ചു എന്നുള്ള കാര്യത്തിലാണ്. കാരണം BJP നേതാക്കന്മാർ വലിയ തരത്തിൽ ഇവരിലേക്ക് സ്വാധീനം ചെലുത്തിയില്ല. എന്നിരുന്നാൽ പോലും പാർട്ടി വോട്ടുകൾ കൃത്യമായും അത് BJP-ക്ക് അനുകൂലമായി പോയിരിക്കുന്നു. ഇത് പഠിക്കുവാൻ പാർട്ടി കൃത്യമായും ഒരു കമ്മീഷനെ തന്നെ നിയോഗിക്കണമെന്ന് ആദ്യം തീരുമാനിച്ചെങ്കിലും പിന്നീട് കമ്മീഷനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ടിലേക്ക് ആണ് പോയിരിക്കുന്നത്. എന്തായാലും ഈ മാസം 21-22 തീയതികളിൽ തെറ്റുതിരുത്തൽ നയരേഖ എത്തും. ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ ഇനി ഏരിയ കമ്മിറ്റി യോഗങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും ഏരിയ കമ്മിറ്റി നേതാക്കന്മാർ പറയുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് തെറ്റുതിരുത്തൽ നയരേഖയിലേക്ക് കടക്കുക. തെറ്റുതിരുത്തൽ നയരേഖ പാർട്ടിയിലേക്ക് തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് അത് റിപ്പോർട്ടിംഗ് ആണ്. ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും എല്ലാം അത് റിപ്പോർട്ട് ചെയ്യും. മാത്രവുമല്ല, ഇനി പാർട്ടി മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഈ വർഷം സെപ്റ്റംബർ ആകുമ്പോഴേക്കും സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളിലേക്ക് പാർട്ടി കടക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ ഏകദേശം 6 മാസത്തോളം സമയം വരും. അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ ലോക്കൽ സമ്മേളനങ്ങൾ, അത് കഴിഞ്ഞ് ഏരിയ സമ്മേളനം, തൊട്ടു പിന്നാലെ ജില്ലാ സമ്മേളനം. ഏകദേശം 2025 ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കും. ഈ സംസ്ഥാന സമ്മേളനത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടി ഏറ്റുവാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങൾ ഒഴിവാക്കാൻ തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഒരു തെറ്റുതിരുത്തൽ നയരേഖ പാർട്ടി മുന്നോട്ട് കൊണ്ടുവച്ചുകൊണ്ട് പരാജയം ഏറ്റെടുത്തുകൊണ്ട് ആ പരാജയത്തിൽ നിന്നും ഒരു വിജയം എന്ന ലക്ഷ്യം മുന്നോട്ട്
അടിച്ചേൽപ്പിച്ചുകൊണ്ട് നീങ്ങുക എന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം. എന്തായാലും ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ പാർട്ടി നേതാക്കന്മാർക്ക് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം തന്നെ അറിയാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും പരാജയം ഒരാളിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ളവർ പിൻവാങ്ങുക എന്നൊരു ലക്ഷ്യം പാർട്ടിക്കില്ല. പാർട്ടിക്കേറ്റ പരാജയത്തിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും വിലയിരുത്തത്. സാധാരണ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം, മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധ വികാരമുണ്ടായി അതൊക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ ഒരാളിൽ മാത്രം ആ പരാജയം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് പോകണ്ട. പാർട്ടിയുടെ പരാജയത്തിന് പിന്നിൽ എല്ലാവർക്കും പങ്കുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ തോതിൽ ഒരു ശൈലി മാറ്റം അനിവാര്യമാണ്. ഒരു അഹന്ത അടങ്ങിയ ഒരു പെരുമാറ്റം പാർട്ടി പ്രവർത്തകരോട് പാടില്ല. നേതാക്കന്മാർ അത്തരത്തിൽ നിന്ന് മാറ്റം വരുത്തണം. അത് താഴെത്തട്ട് മുതൽ, അതായത് ലോക്കൽ കമ്മിറ്റി മുതൽ, ലോക്കൽ സെക്രട്ടറി മുതൽ, ജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെയുള്ളവർക്ക് അത്തരം ഒരു മാറ്റം അനിവാര്യമാണ്. അല്ലാതെ പോയാൽ പാർട്ടിയിൽ നിന്നും വലിയ തരത്തിലുള്ള ചോർച്ച ഉണ്ടാവും. അണികൾ പലപ്പോഴും മറ്റു പാർട്ടികളിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് അനുകൂലമായി ചിന്തിക്കും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഫിജി.